അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം പണികൾ ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന എന്റെ ഒരു ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കണ്ട് കാണിക്കാന്നുള്ളത്. അപ്പൊ രാവിലെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് നമ്മുടെ മോർണിംഗ് ആണ് തുടങ്ങാട്ടോ. ഈ 5 ദിവസം ഹോസ്പിറ്റലിൽ നിന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സും ഉപയോഗിക്കാത്ത ഡ്രസ്സും ഇട്ട് നമുക്കൊന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ട്. മഴയാണ്, ഉണങ്ങില്ല ഒക്കെ അറിയാം. പക്ഷെ ഉപയോഗിക്കാത്ത ഡ്രസ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് തന്നെ നമുക്കത് കഴുകാതെ എടുത്തേക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഞാൻ സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം അടിച്ചൊരു തുടയ്ക്കാനൊക്കെ നിന്നു. വീഡിയോക്ക് വേണ്ടിയിട്ടല്ലാട്ടോ ഞാൻ ഈ തുണി വെച്ചിട്ട് തുടയ്ക്കണത്. മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയാണ് ഈ ബെഞ്ചുമൊക്കെ ചിലപ്പോൾ പൂച്ചൊക്കെ വന്ന് കിടന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ബെഞ്ചൊക്കെ തുടയ്ക്കുന്നത്. അതിൽ എന്തിനാ തുടയ്ക്കുന്നത് ചോദിച്ചാൽ അത് എനിക്കറിയാൻ പാടില്ല. തുടയ്ക്കാൻ തുടങ്ങിയ പിന്നെ ഇന്നെ പിടിച്ചാൽ കിട്ടൂല. ഈ 5 ദിവസത്തെ ആശുപത്രിവാസം കാരണം 5 ദിവസം ഞാൻ തല നനച്ച് കുളിച്ചു. നിങ്ങളെന്റെ തലമുടി നോക്കി നോക്കിയാ ഈ മാസം 28 എന്റെ അനിയത്തിയുടെ കല്യാണമാണ് വിത്ത് സാരി. എന്റെ മുടിനെ എങ്ങനെ അലങ്കരിക്കുന്ന ആലോചിച്ചിട്ടാണ് എനിക്ക് ഇപ്പൊ ടെൻഷൻ. എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ എന്റെ മുടി ഇങ്ങനെ തന്നെയാണ്. ഉള്ളുണ്ടെങ്കിൽ നീളുണ്ടാവില്ല, നീളുണ്ടെങ്കിൽ ഉള്ളുണ്ടാവില്ല. അന്ന് അമ്മയും കുറെ പിന്നാലെ നടന്നിട്ടുണ്ട്. മുടി നോക്കണം, മുടി നോക്കി എന്തായാലും വളരുന്നായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് നേരില്ല. ഇന്നിപ്പൊ എനിക്ക് നേരണ്ട്. പക്ഷെ ഇപ്പൊ പിന്നാലെ നടന്ന് പറയാം അവർക്ക് നേരമില്ല. എന്താ അല്ലേ? പക്ഷെ എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോ ഹെയർ എക്സ്റ്റൻഷൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ എന്റെ തിരുമ്പലും കുളിയും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്പുടി എണീറ്റത്. അവനെ എണീപ്പിച്ച് അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവന് ചായയും കൊടുത്തു. അങ്ങനെ അവന്റെ കൂടെ കഴിഞ്ഞപ്പോ അക്കൂടെ എണീറ്റു. പിന്നെ അവനെ കുളിപ്പിച്ചു, ചായ കൊടുത്തു, മരുന്ന് കൊടുത്തു, ആദ്യമൊക്കെ പിടിച്ചു. മറ്റുള്ള സ്പൈഡർമാനിൽ മുഴുകിയിരിക്കട്ടോ. അങ്ങനെ ഇന്ന് മൊത്തം ഞാൻ ഇവരെ കൂടെ തന്നെ ഇരുന്നിട്ട് ഞാൻ അടുക്കളയിൽ കയറിയിട്ടും കൂടി ഇല്ല. എന്നാൽ ഫുൾ അമ്മയും അർച്ചയും കൂടിയിട്ടായിരുന്നു. താങ്ക് യു മദറിലോ സിസ്റ്ററിലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും. ഞാൻ ചോറ് കഴിക്കട്ടെ, നിങ്ങളും പോയി ചോറ് കഴിക്കൂ. ബൈ.